ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഡെയിലി ഫുഡ്. ഇന്ന് നമുക്ക് നല്ല സൂപ്പർ ടേസ്റ്റിയായ ഒരു മീൻ കറിയാണ് കാണാൻ പോകുന്നത്. ഇത് മാരേജിനും അങ്ങനെ ഓരോ ഫങ്ഷൻസിനൊക്കെ കിട്ടാവുന്ന ടൈപ്പ് മീൻ കറിയാണ്, കോട്ടയം സ്റ്റൈൽ മീൻ കറി. നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഈ റെസിപ്പിയിലോട്ട് കിടക്കാം. ഇതിന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമുക്ക് കാണാം. സാധാരണ ആവോലി അങ്ങനത്തെ വലിയ മീനുകൾ, കിങ് ഫിഷ്, അയക്കൂറൊക്കെ എടുക്കുക. ഞാനിവിടെ 3 അയിലയാണ് എടുത്തിരിക്കുന്നത്, ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു ചട്ടിയിൽ, മൺചട്ടിയിൽ 2 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായി ചൂടായി വരുമ്പോൾ ഒരു ടീസ്പൂണ് ഉലുവ, 1 സ്പൂണ് പെരിഞ്ചീരകം എടുത്ത് നമുക്ക് ഇതിലോട്ട് ചേർക്കാം. ഉലുവയിലോട്ട് തന്നെ ചേർക്കാം. 2 വലിയ പീസ് കൊടംപുളി എടുത്ത് വെള്ളത്തിലിട്ട് വയ്ക്കാം. ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം. നമ്മൾക്ക് ഇനി ആവശ്യമുള്ളത് ഒരു സവോള, ചെറിയ സവോള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 2 തക്കാളി, 2 പച്ചമുളക് ഒക്കെ ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പച്ചമുളക് നീളത്തിൽ കീറി വെച്ചിട്ടുണ്ട്. നമുക്കിനി സവോള ചേർക്കാൻ സമയമായി. സവോള ചേർത്ത് വഴറ്റാം. സവോള ചേർത്ത് ഒന്ന് ചെറിയ ഒരു വാടി വരുമ്പോൾ നമുക്ക് 6 അല്ലി വെളുത്തുള്ളിയും 1 പീസ് ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത്. ചതച്ചെടുത്തതാണ്. അതിലോട്ടിട്ട് വഴറ്റി കൊടുക്കാം. പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമുക്ക് ഈ നീളത്തിൽ കീറി വെച്ചിരിക്കുന്ന പച്ചമുളക് അതിലോട്ട് ഇട്ട് കൊടുക്കാം. ചെറിയ സ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് പിന്നെ ചേർത്തിട്ടുള്ളത്. മഞ്ഞൾപ്പൊടി, പിന്നെ ചതച്ച കുരുമുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തുണ്ട്. അതും ഒന്ന് മൂപ്പിച്ചെടുക്കാം. 1.5 സ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് ഇതിന് എടുത്തിരിക്കുന്നത്. അത് ഇട്ട് കൊടുക്കാം. 2 തക്കാളി, കുഞ്ഞതായി അരിഞ്ഞ 2 തക്കാളിയും ഇട്ട് ഒന്ന് നന്നായി ആക്കി കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് എല്ലാ ഭാഗത്തേക്കും ഉപ്പ് ഒന്ന് മിക്സാക്കി നമുക്ക് ഈ കൂട്ട് ഒന്ന് അടച്ചിടാം. ഒരു 5 മിനിറ്റോളം അടച്ചിടാം. അടച്ചിട്ട് നമുക്ക് തുറന്ന് നോക്കുമ്പോൾ നമുക്ക് ഒക്കെ നന്നായി എല്ലാം സോഫ്റ്റായി വെന്ത് കിട്ടിയിട്ടുണ്ട്. തക്കാളിയൊക്കെ നന്നായി ഉടഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് 1 സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് ഒന്ന് മിക്സാക്കി കൊടുക്കാം. മിക്സാക്കി കൊടുത്ത് നമുക്കിനി 1 കപ്പ് വെള്ളം ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഒന്ന് മല്ലിപ്പൊടി നന്നായി മൂത്ത് വരണം. അതിന് ശേഷം നമുക്ക് വെള്ളം ചേർക്കാം. 1 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത് ഞാൻ. നിങ്ങൾ കൂടുതൽ ഉണ്ടാക്കുമ്പോൾ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. 1 കപ്പ് വെള്ളം, ഒരു തിള വരണം. തിള വന്നതിന് ശേഷം നമുക്ക് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന കൊടംപുളി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ചെറിയ പീസാക്കി കൈ കൊണ്ട് തന്നെ ഉള്ളി ഇട്ട് കൊടുക്കാം. ഇനി ഒരു തിള വന്നതിന് ശേഷം ആ പുളിയൊക്കെ ഒന്ന് ഇറങ്ങണം കറിയിൽ. അതിന് ശേഷം നമുക്ക് ഈ ക്ലീനാക്കി വെച്ചിരിക്കുന്ന മീൻ ഇതിലോട്ട് ഇട്ട് അടച്ചിട്ട് ഒന്ന് വേവിക്കാം. ലൈറ്റ് ചെറിയ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. തീ നന്നായിട്ട് ചെറിയ തീയിലാണ് കിടന്ന് വേവേണ്ടത്. കറിവേപ്പിലയും ഇതിലിട്ട് കൊടുക്കുന്നുണ്ട്. സ്പൂൺ കൊണ്ട് അധികം കഴിയണത് ഇളക്കാണ്ട് നോക്കണം. ചട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ചിറ്റിച്ച് മിക്സാക്കിയാൽ മതിയാവും. അവസാനമായിട്ട് ഞാൻ വെളിച്ചെണ്ണ 2 സ്പൂണ് വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് വീണ്ടും ഇത് പാത്രം ഒന്ന് ചിറ്റിച്ച് കൊടുക്കാം. സ്പൂണിട്ട് ഇളക്കാണ്ട് ഒന്ന് ചിറ്റിച്ചാൽ മതി. വീണ്ടും ഒരു 2-3 മിനിറ്റ് ചെറിയ ഫ്ലെയിമിലൊന്ന് അടച്ചിട്ട് ഒന്നും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇതാ നമ്മുടെ കറി റെഡിയായി. കോട്ടയം സ്റ്റൈൽ സ്പെഷ്യൽ മീൻ കറി നമുക്ക് റെഡിയായി. കറിയൊക്കെ നല്ല സൂപ്പറായി, നന്നായിട്ട് നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടമായെങ്കിൽ. ഫ്രണ്ട്സ്, നമ്മളെ ചാനൽ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം. സപ്പോർട്ടും സബ്സ്ക്രൈബും ആവശ്യമാണ് നമുക്ക്. വളരെ വാല്യബിളാണ് നിങ്ങളെ സപ്പോർട്ട്. താങ്ക് യു സോ മച്ച്.